ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രിയങ്ക അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഇതുവരെ എവിടെയായിരുന്നു എന്നുള്ളതിന് നമ്മൾ പേടിക്കേണ്ടി വരും. അന്ന് അവൾക്ക് പകരം നമ്മൾ സംസ്കരിച്ചത് ആരെയാണെന്ന് കണ്ടുപിടിക്കണം. അച്ഛനെ അമ്മയെ വിളിച്ചു പറയണ്ടേ? മാഡം, തൽക്കാലം വേറൊന്നും കേൾക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. പ്രിയങ്ക ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്ന ചെറിയ കാര്യമാണോ? അവള് വരട്ടെ, അവളെല്ലാവരുടെ അടുത്തേക്ക് വരട്ടെ. കണ്ടോ, ഇപ്പൊ തന്നെ കരഞ്ഞു തുടങ്ങി. ഇനിയിപ്പോ അവളെ കൺമുന്നിൽ കാണുമ്പോ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും. അവസാനം പഴയതുപോലെ എനിക്കൊന്നും വേണ്ടേ, ഞാൻ ഒതുങ്ങിക്കോളാമെന്നും പറഞ്ഞ് മുറവിളി കൂട്ടിക്കൊള്ളണം. കേട്ടല്ലോ? നിന്റെ ജീവിതം നീ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? വരുൺ നിന്റേതാണ്, നിന്റേത് മാത്രം. അതിലൊരു മാറ്റവും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വേണം നീ ചിന്തിക്കാൻ. വേണ്ട, പോണ്ട. പ്രിയങ്ക മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. താനത് എവിടെയായിരുന്നു? ഞാനേ കുറെ തവണ തന്നെ വിളിച്ചായിരുന്നു. ദേ നോക്ക്, ഇതൊക്കെ പ്രിയങ്കയുടെ സാധനങ്ങളാ. ബാക്കി എല്ലാ സാധനങ്ങളും എടുത്ത് കളഞ്ഞിട്ടും ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മരിച്ചുപോയ ഒരാളുടെ സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല. നമുക്കേ എവിടെയെങ്കിലും കുഴി കുത്തി അങ്ങ് മൂടാം.
ആരും മൂടണ്ട. എന്തു വരികടോ? അവള് മരിച്ചിട്ടില്ല. അതൊക്കെ തന്നെ മനസ്സിലല്ലേ? അല്ല, ശരിക്കും അവളെ ചെറിയച്ഛന്റെ അഡ്വക്കേറ്റ് കോടതിയിൽ ഹാജരാക്കി. എടോ, സത്യം. എന്നെ ഭാരതി ചേച്ചി വിളിച്ചിരുന്നു. പ്രിയങ്ക മരിച്ചിട്ടില്ല രാധിക, അവൾ ജീവിച്ചിരിപ്പുണ്ട്. മാഡം വെറുതെ പെച്ചുമ്പയും പറയാതെ. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. പ്രിയങ്ക ജീവിച്ചിരിക്കുന്ന കാര്യം നമുക്കൊന്നും അറിയില്ലെങ്കിലും അറിയാവുന്ന ചിലരുണ്ട്. ചന്ദ്രശേഖരന്റെ ആളുകളാൽ കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, ചന്ദ്രശേഖരന്റെ ആസൂത്രണം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന അതേ പ്രിയങ്കയെ ഈ കോടതിയിൽ ഹാജരാക്കാൻ എനിക്ക് സാധിക്കും. യുവർ ഓണർ, അങ്ങയുടെ സമക്ഷത്തിലേക്ക് ഞാൻ പ്രിയങ്കയെ പ്രസന്റ് ചെയ്യാം. യുവർ ഓണർ, ഈ നിൽക്കുന്ന പെൺകുട്ടിയാണ് ആറ്റുവാശ്ശേരി ദേവനാരായണന്റെ മകൾ പ്രിയങ്ക. രാധിക, കേട്ടപ്പോ സന്തോഷിക്കാണോ പേടിക്കാണോ വേണ്ടെന്ന് മനസ്സിലാക്കാതെ പോയി. പേടിക്കണം. നമ്മൾ ഇനി കൂടുതൽ പേടിക്കണം. പ്രിയങ്ക അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഇതുവരെ എവിടെയായിരുന്നു എന്നുള്ളതിന് നമ്മൾ പേടിക്കേണ്ടി വരും. അന്ന് അവൾക്ക് പകരം നമ്മൾ സംസ്കരിച്ചത് ആരെയാണെന്ന് കണ്ടുപിടിക്കണം. അച്ഛനെ അമ്മ വിളിച്ചു പറയണ്ടേ? ഞാൻ വിളിക്കട്ടെ? വിളിക്കേ. എന്ത് വേണമെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം.